പത്മകുമാർ എന്ന് പറയുന്നത് പാർട്ടിയാണ് എന്ന് നിഷേധിക്കാൻ ആർക്കും കഴിയില്ലല്ലോ. പത്മകുമാറുമായി CPM-നുള്ളത് നാഭി-നാള ബന്ധമാണ്. അദ്ദേഹം പാർട്ടിയാണെന്ന് മാത്രമല്ല പാർട്ടിക്കകത്ത് പിണറായി വിജയന്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. അപ്പൊ പത്മകുമാറിൽ എത്തുമ്പോൾ ഈ പ്രക്രിയയിൽ CPM-ന്റെ പങ്ക് വളരെ വ്യക്തമാണെന്നേ. പക്ഷേ ഇതിനെ ആ അർത്ഥത്തിൽ ഇപ്പോഴും അഡ്മിറ്റ് ചെയ്യാൻ CPM തയ്യാറല്ല. അതേസമയം പത്മകുമാറിനെ തള്ളി പറയാനും CPM തയ്യാറല്ല എന്നുള്ളിടത്താണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഒരു വശത്ത് CPM പറയുന്നു ഇതിന് ഞങ്ങൾ അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നത്. അന്വേഷണം ശരിയായ ദിശയിലാണ് പോകുന്നതെങ്കിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഇതുമായി ബന്ധപ്പെട്ട കോടതി സംവിധാനങ്ങൾ നിരന്തരമായി ജാമ്യം നിഷേധിക്കുന്ന, താങ്കൾക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ഒരു കേസിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഒരു കോടതിയും കേസിന്റെ മെറിറ്റിലേക്ക് പോകില്ല. ജാമ്യം നിഷേധിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഈ നിൽക്കുന്ന കസ്റ്റഡിയിലിരിക്കുന്ന കുറ്റാരോപിതരായ മനസ്സിലായി. നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി സംസാരിക്കുന്ന വിഷയം അത് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പം പത്മകുമാറിനെ തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല, രാഷ്ട്രീയ നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നത് ഒരു വിഷയമായി അവിടെ നിൽക്കുന്നു. പക്ഷെ പത്മകുമാർ അകത്താണെന്ന കാര്യം ഓർക്കണം, വിജയകുമാർ അകത്താണെന്ന കാര്യം ഓർക്കണം, വാസുവിനെ അറസ്റ്റ് ചെയ്തു എന്ന കാര്യം ഓർക്കണം. അപ്പോൾ ഇത് കാര്യമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കവേ ഇത് മൊത്തം അവതാളത്തിലാക്കാൻ CPM വേറെ പണി എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നതിന്റെ യുക്തി വിശദീകരിക്കാമെന്ന് ഞാൻ ചോദിക്കുന്നത്. അല്ല, വിശദീകരിക്കാമല്ലോ നിഷാദെ. വളരെ വ്യക്തമല്ലേ എന്തുകൊണ്ട് പത്മകുമാറിലേക്കും വിജയകുമാറിലേക്കും ഈ കുമാർമാരിലേക്കും അന്വേഷണം പോകാനുള്ള സാഹചര്യം എന്താ? അത് കൃത്യമായി കോടതിയുടെ ഇടപെടലുള്ളത് കൊണ്ടാ. അല്ലെങ്കിൽ എന്നെ ഈ കേസ് പൂട്ടിക്കെട്ടപ്പെട്ടെന്നെ. കോടതിയുടെ കൃത്യമായ ഇടപെടൽ, തുടക്കം തൊട്ടേയുള്ള മോണിറ്ററിംഗ്, കോടതി ചോദ്യങ്ങൾ ചോദിക്കുന്നു, കോടതി അന്വേഷണവുമായി ബന്ധപ്പെട്ട ഫയലുകൾ വരുത്തുന്നു, അന്വേഷണം ഇഴയുന്ന സന്ദർഭങ്ങളിൽ കോടതി ഇടപെടുന്നു. കോടതിയുടെ ഇടപെടൽ ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമായ അന്വേഷണമാണെന്ന് ഇത്. അതല്ലാതെ വളരെ നോക്കൂ, CPM-കാർ ആയിട്ട് പോലും ഞങ്ങൾ മുഖം നോക്കാതെ നടപടി എടുക്കുന്നു എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ കഴിയുക? കോടതിയിൽ നിന്നല്ല ഈ കേസിന്റെ ഉത്ഭവം, കോടതിയിൽ നിന്നല്ല ഇത് കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നത്. ഇതിൽ ഓരോ ഡെവലപ്മെന്റും ഓരോ സംഭവ വികാസവും കോടതി ഉള്ളത് കൊണ്ട് മാത്രം സാധ്യമായതാ. എന്നിട്ടും ഒരു കാര്യം നിഷാദ് മനസ്സിലാക്കേണ്ടത്, ഈ കേസിൽ ആരെങ്കിലും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് CPM-മായി മാത്രം ബന്ധമുള്ള ആളുകളാണെന്നേ. CPM മാത്രം മറുപടി പറയേണ്ട വിഷയമാണെന്നേ. അതിന് പകരം ചില ഊഹാപോഹങ്ങളൊക്കെ അന്തരീക്ഷത്തിൽ വരുത്തി ഇത് ഞങ്ങൾ മാത്രമല്ല എന്നൊക്കെ പറയാനുള്ള പരിശ്രമം ഉണ്ടാക്കുമ്പോൾ മറ്റൊരു പാർട്ടിക്കെതിരെ മറ്റേതെങ്കിലും ആളുകൾക്കെതിരെ മെറ്റീരിയലായ എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ CPM-നുണ്ടോ? ഇതിനകത്ത് ഇതുവരെ പിടിക്കപ്പെട്ട ആളുകൾ ആരെ എന്ന് ചോദിച്ചാൽ അത് CPM-മായി ബന്ധപ്പെട്ട ആളുകളാണ്. CPM-മായാണ് അവർക്ക് ബന്ധം. അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് CPM-ആ. CPM ഒരു തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ ഈ കുറ്റാരോപിതരായ വ്യക്തികളെ രാഷ്ട്രീയമായി സംരക്ഷിക്കുന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾ ഉയർത്തുന്ന ഈ പറയുന്ന അവിശ്വാസത്തിന്റെ ഒക്കെ പ്രസക്തി എന്ന് പറയുന്നത്.